ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഗൈസ് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയി ചെറിയ വിഷ്വൽസ് ഞാനിവിടെ വെച്ചിരിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഓഫീസിൽ പോയിട്ട് അവിടെ എന്താണ് എങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് അത്രയേ ഉള്ളൂ. ഹേ ഗായ്സ്, അങ്ങനെ എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് രാവിലെ ഞാൻ ഫ്രഷായി അമ്പലത്തിലൊക്കെ പോയി വഴിപാടൊക്കെ കഴിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്കാട്ടോ പോയത്. പോയിട്ട് ഞാൻ തിരിച്ചു വരുന്ന രംഗങ്ങളാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കാണുന്നത്. ഈ ഡ്രസ്സ് എൻ്റെ അനിയൻ മേടിച്ച് തന്നെ കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഡ്രസ്സുകളൊക്കെ, എനിക്ക് ഈ ടീഷർട്ട് ജീന് അതിനോടൊക്കെ കൂടുതൽ താല്പര്യം. അപ്പോൾ ഇപ്രാവശ്യം വെറൈറ്റിക്ക് വേണ്ടിയിട്ട് അവൻ സ്കേർട്ട് മോഡൽ സംഭവമൊക്കെ മേടിച്ച് തന്നു. ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഞാനിപ്പം ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അമ്മയാണ് എന്നെ വർക്കല വന്ന് ഡ്രോപ്പ് ചെയ്യുക. അങ്ങനെ ഞാൻ വർക്കലയിലോട്ട് പോകുന്ന രംഗങ്ങളാണ്. ഇതേ അമ്മയാണ് വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ അന്നത്തെ ദിവസം ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. രാവിലെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഭയങ്കര പോസിറ്റീവ് ഫീലിംഗ് ആയിരുന്നു. ഇത് വർക്കല വന്ന് അവിടുത്തെ ഭയങ്കര കുണ്ടും കുഴിയൊക്കെ ഇപ്പോൾ അവിടെ പണി നടക്കുന്നുകൊണ്ടിട്ടുള്ള സംഭവമാണ്. പിന്നെ ഓഫീസിലെത്തി ആൻസി ഫ്രാൻസിസിനെ കണ്ടു. വേറെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ആ വിശ്വസമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇത് ഈവനിങ് വീട്ടിൽ വന്നതിന് ശേഷം വീട്ടിലൊരു കേക്ക് കട്ടിംഗ് ആണ്. അച്ഛനും അമ്മയും കൂടി ഉള്ളൊരു കേക്ക് കട്ടിംഗ് ആണ്. കേക്ക് കട്ടിങ് ഭയങ്കര കോമഡിയാണ് കേസ്. അപ്പോൾ ഞാൻ കുറേ നേരമായിട്ട് ഇത് കട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഭയങ്കര കട്ടിയായിട്ട് ഇത് കട്ടാവുന്നില്ല കേട്ടോ. ഞാൻ മാരകമായി അവിടെ ഇരുന്ന് ഇതെന്താ വരാത്തതെന്ന് പറഞ്ഞിട്ടിരിക്കുക. അപ്പോഴത്തേക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സംഭവം ഇങ്ങനെ തെറിച്ചങ്ങ് ബാക്കിലോട്ടായിപ്പോയി കേട്ടോ. അവസാനം ഇത് കട്ട് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ എടുത്തതിന് ശേഷം ഇനിയാണ് കോമഡി. ഇനിയൊരു രംഗമുണ്ട് കേസ്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയാറുള്ളൂ, എൻ്റെ അമ്മ അച്ഛനൊക്കെ ഭയങ്കര റൊമാൻറ്റിക് കപ്പിൾസ് ആണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കേ, വൻ കോമഡിയാണ്. ഇതേ അച്ഛൻ എനിക്ക് കേക്ക് കട്ട് ചെയ്തതിന് ശേഷമുള്ള രംഗമാണ് ഗൈസ്. കണ്ടു, അത് നല്ലൊരു കോമഡി സംഭവമായിരുന്നു. പക്ഷേ അന്നത്തെ ദിവസം ഞാൻ 2 കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞയും അമ്മയുടെ അനിയത്തിയും വാവയൊക്കെ വന്നപ്പോൾ വേറൊരു കേക്കും കൂടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. വേറെ കുറേ സംഭവങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫോണിലെ സ്റ്റോറേജ് ഫുള്ളായി, എനിക്ക് കുറേയൊക്കെ എടുത്ത് കളയേണ്ടിരുന്നു. പിന്നെ ഞാൻ ഇതൊന്നും പോസ്റ്റ് ചെയ്യത്തില്ലെന്നൊക്കെ വിചാരിച്ചതാണ്. ഇപ്പോൾ ഇവിടെ ഈവനിങ് ഇരുന്നപ്പോൾ ഇതെല്ലാം അവിടെ കണ്ടപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് ഇട്ടു എന്നേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഇതാണ് 2ാമത്തെ കേക്ക് കേട്ടോ. കുഞ്ഞയൊക്കെ കൊണ്ടുവന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു കേക്ക് കട്ടിങ് അപാരതയാണ് ഗൈസ് നിങ്ങൾ ഇനി കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ ദിവസം നല്ല രസമായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. രസമായിരുന്നു ഗൈസ്. നമ്മുടെ ബർത്ത്ഡേ ദിവസം അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ്. എല്ലാ ഫ്രണ്ട്സും വിഷ് ചെയ്യും, ഫാമിലിയായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് സർപ്രൈസ് ആയിട്ട് ഡ്രസ്സ്. അപ്പോൾ എനിക്ക് ആൻസി ഫ്രാൻസിസ് ഡ്രസ്സൊക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഗിഫ്റ്റായിട്ട് അതൊക്കെ. അപ്പോൾ നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു അന്ന്. എന്താ പറയുക, വലിയ സ്ട്രെസ് ഓഫീസിലൊന്നും അന്നത്തെ ദിവസം വലിയ സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. അപ്പം കേക്ക് കട്ടിങ്ങൊക്കെ വീണ്ടും നിങ്ങൾ കണ്ട് ബോറടിക്കുന്നുണ്ടോ ഗൈസ്? അപ്പോൾ ഇതാണ്. അപ്പോൾ ഇപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് ലൈഫ് സ്റ്റൈൽ കണ്ടൻറ്റൊക്കെ എന്താ കുറച്ചത് ചോദിച്ചാൽ, ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് സമയമില്ല. ഇപ്പോൾ രാവിലെ ഒരു ഫ്ലോയിൽ എണീക്കുന്നു, തലേ ദിവസം രാത്രി ബിഗ് ബോസ് കണ്ടിട്ട് നടക്കുന്നു. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ അതെനിക്ക് ഓർമ്മയുണ്ട്, അതങ്ങ് വീഡിയോ എടുത്തങ്ങ് ഇറങ്ങുകയാണ്. അപ്പം വേറെ സമയമില്ലാത്തത് കൊണ്ടിട്ടാണ്. ഇനിയിപ്പം ഞാൻ കൂടുതലായിട്ടും ലൈഫ് സ്റ്റൈലും രണ്ടും ഒരേപോലെ കൊണ്ടുപോകാൻ വേണ്ടി നോക്കാം. ഇപ്പോൾ ഉള്ള സപ്പോർട്ട് നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ്, മിക്കവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, പക്ഷേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകുന്നതാണ്.